നീമും തുളസിയും വെച്ചിട്ടുള്ള ഫേസ് വാഷാണിത്. നമുക്കറിയാം ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് നമ്മുടെ ആര്യവേപ്പ്. തുളസി നമ്മുടെ പിമ്പിൾസിനൊക്കെ മാറ്റാൻ വളരെ നല്ലതാണ്. അല്ല ഒരു തുള്ളി എടുത്തിട്ടുള്ളൂ, സൂപ്പർ പത. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നേരെ എടുത്ത കാര്യങ്ങൾ വെച്ച് ചെയ്യുന്നതാണ്, ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ചെയ്യുന്നതാണ്. ഹായ്, അലങ്കാ ഫാഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ ഇതുവരെ വീഡിയോ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ, ഇതുവരെ അതിൻ്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള നേച്ചുറലായിട്ടുള്ള ഫേസ് വാഷാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു അവർക്കത് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഉണ്ടാക്കാനായിട്ടുള്ളൊരു നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നല്ലൊരു കിടിലൻ ഫേസ് വാഷ്, നമ്മുടെ പ്രോഡക്റ്റ്, അതിൽ നമ്മൾ ചേർത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കോൺടാക്ട്സിലുള്ള എല്ലാവർക്കും ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം എല്ലാവർക്കും ഒരുപാട് റിസൾട്ട് കിട്ടുന്ന പ്രോഡക്ട്സുകൾ നമ്മുടെ തന്നെ ഹോം മെയ്ഡ് ഓർഗാനിക് പ്രോഡക്ട്സ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ ഇന്ന് കിഡിലൻ ഫേസ് വാഷാണ്, എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയ ഫേസ് വാഷാണ്. പിമ്പിൾസിൻ്റെ മാർക്സ് മാറാനും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെയുള്ള നല്ല ഒരു ഫേസ് വാഷാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതിന് ഇൻഗ്രീഡിയൻസ് ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പം നമ്മുടെ ഫേസ് വാഷിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടോ. നീമും തുളസിയും വെച്ചിട്ടുള്ള ഫേസ് വാഷാണിത്. നമുക്കറിയാം ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് നമ്മുടെ ആര്യവേപ്പ്. തുളസി നമ്മുടെ പിമ്പിൾസിനൊക്കെ മാറ്റാൻ വളരെ നല്ലതാണ്. ആര്യവേപ്പിന് പിമ്പിൾസിൻ്റെ മാർക്കും പിമ്പിൾസ് വരാതിരിക്കാനും അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനുള്ള കഴിവും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലതാണ്. ഒരുപാട് കറുത്ത കുത്തുകളും പാടുകളൊക്കെ ഉള്ള വിഷമിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഫേസ് വാഷാണ്. നമ്മൾ കെമിക്കലൊന്നും ചേർക്കുന്നില്ല, ഓർഗാനിക് നേച്ചുറലായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ആര്യവേപ്പ്, നീം. എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും വീട്ടിലുണ്ടാവുന്നതാണ് ഇതൊക്കെ. സാധാരണ നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള വീട്ടിൽ നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് നീമൊക്കെ കേട്ടോ. തുളസി നമ്മുടെ തന്നെ സ്വന്തം വീട്ടിലുള്ളതാണ്. തുളസിയൊക്കെ അത്യാവശ്യത്തിന് കുറച്ചുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമാണ് ചെയ്യുന്നത്. അപ്പം ഒരു 200 ഗ്രാം ഫേസ് വാഷിലേക്കുള്ള ഇത്രയ്ക്കും മതിയാവും. ഇതിൻ്റെ ജ്യൂസാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. നമ്മൾ ജസ്റ്റ് കാണിക്കുന്നതാണ്. ഇത് നമ്മൾ മിക്സിയിലിട്ട് DM വാട്ടറിൽ, ഇത് നമ്മുടെ DM വാട്ടർ അല്ലെങ്കിൽ റോസ് വാട്ടർ, ഇതിലേതിൽ വേണമെങ്കിൽ നമുക്കിത് ഒന്ന് അരച്ചെടുക്കാൻ ആവശ്യം വരും. അപ്പം DM വാട്ടർ എടുക്കാം, റോസ് വാട്ടർ എടുക്കാം. അപ്പോൾ അതാണിത്. പിന്നെ നമുക്കിതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വേറെ വേണ്ടതുണ്ട്. നമ്മുടെ സ്കിന്നിന് നല്ല ബെനിഫിറ്റ്സ് നൽകുന്ന കാര്യങ്ങൾ. വൈറ്റമിൻ ഇ ഓയിലായിട്ട് എടുക്കാം. ടാബ്ലറ്റ് നമുക്ക് കുത്തി ഇതിനുള്ളിൽ അതിൻ്റെ ഓയിൽ ഒഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രാഗ്രൻസ് ആവശ്യമുള്ളവർക്ക്, മണം വേണമെന്നുള്ളവർക്ക് മാത്രം ഫ്രാഗ്രൻസ്, തുളസിയുടെ ഫ്രാഗ്രൻസ് ആണ്, ബേസിൽ ഫ്രാഗ്രൻസ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. തുളസിയിലുണ്ടല്ലോ അതുകൊണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറയുന്ന സംഭവമാണ് ഇത് നമുക്ക് ഫേസ് വാഷ് ബേസ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഫേസ് വാഷിലും ചേർക്കുന്ന പോലത്തെ നോർമൽ ഫേസ് വാഷ് ബേസിനേക്കാൾ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറയാറുണ്ട്, നമ്മൾ സോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പാരബിൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളത് ഉപയോഗിക്കുക. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്വാളിറ്റി, അതായത് കെമിക്കൽ ഇല്ലാത്തത്. അപ്പം ഇത് പാരബിൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ് ബേസ് ആണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമുക്കിതൊരു കെമിക്കൽ അടങ്ങിയിട്ടില്ല, തികച്ചും ഓർഗാനിക് ആണ്. ഇത് ഫുള്ളൊന്നും വേണ്ട, ഇതൊരു 1 kg ഉണ്ട്. ഇത് നമുക്ക് അളവുകളുണ്ട്. ഇപ്പം 200 ഗ്രാം എന്ന് പറയുമ്പോൾ അതിലേക്ക് അളവുകളുണ്ട് ചേർക്കാനായിട്ട്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് ചെയ്തിട്ടാണ് എടുക്കുക കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പം ഈ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഫേസ് വാഷിന് വേണ്ടത്. പല ഫേസ് വാഷിനും പല കാര്യങ്ങളും നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് വരും. ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് ഞാൻ കാണിച്ച ഫേസ് വാഷിൻ്റെ കാര്യങ്ങളാണ് ഈ പറഞ്ഞു തന്നത്, അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ വേണം കേട്ടോ. ഇതും കൂടി വേണേ, വെജിറ്റബിൾ ഗ്ലിസറിൻ വേണം. നമ്മുടെ സ്കിന്നിന് നല്ല മോയ്സ്ചറൈസൊക്കെ ആയിട്ട് പ്രവർത്തിക്കാൻ, നന്നായിട്ട് സ്കിന്ന് ഡ്രൈ ആയിട്ടുള്ളവർക്കൊക്കെ നമ്മുടെ സ്കിന്നിനുള്ള ഈർപ്പൊക്കെ നിലനിർത്തി സ്കിന്നിന് നല്ല തിളക്കൊക്കെ നൽകാൻ ഗ്ലിസറിൻ ബെസ്റ്റാണ്. അപ്പം വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ വാങ്ങിക്കണം, ഓർഗാനിക്കിൽ ചേർക്കാൻ കേട്ടോ. ഇതിപ്പോൾ കഴിയാറായിട്ടുള്ളൊരു കുപ്പിയാണ്. അപ്പം നമ്മുടെ ഈ ഒരു ക്വാണ്ടിറ്റിയിലേക്ക് ഇത് മതി ഗ്ലിസറിൻ. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് കാണിക്കുന്നത്. വെജിറ്റബിൾ ഗ്ലിസറിനാണ് കേട്ടോ ഇത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്.
കണ്ടല്ലോ നമ്മുടെ ഫേസ് വാഷിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടു. അപ്പോൾ നമ്മൾ കെമിക്കൽ ഫ്രീ ആണ്, പാരബിൻ സൾഫേറ്റ് ഫ്രീ ആണ്, നീമിൻ്റെയും തുളസിയുടെയും അതേപോലെ വൈറ്റമിൻ ഇ, ഗ്ലിസറിൻ, ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഫേസ് വാഷിലത്തെ. അടിപൊളിയാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഓടിച്ച് പോവാം. ഇതിൻ്റെ ബെനിഫിറ്റ്സ് കുറേ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഫേസിൽ നമ്മുടെ ഫേസ് വാഷ് ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിന് പതയുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് അപ്പം അതിനാണ് മുമ്പ് വേഗം ഞാൻ പറയുന്നത്, ബെനിഫിറ്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ നീം, ആര്യവേപ്പിന് നമ്മുടെ ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഒക്കെ ഗുണങ്ങളുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ എന്ത് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അത് മാറ്റും. അതേപോലെ മുഖത്തിന് മുഖക്കുരു മാറ്റും, അതിന് പാടുകൾ മാറ്റും, കരിവാളിപ്പ് മാറ്റും, സൺ ടൈൻ മാറ്റും. പിന്നെ ഇതിന് പ്രത്യേക ഒരു കഴിവുള്ളത് നമ്മുടെ വാർദ്ധക്യത്തിൻ്റെ അടയാളങ്ങൾ നമ്മുടെ സ്കിന്നിൽ വരില്ല, ചുളിവുകൾ, വരകളൊക്കെ. അത് നമ്മുടെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ടും ഉണ്ടാകാം, സൂര്യപ്രകാശം ഏറ്റത് മൂലം കൊണ്ട് ഇങ്ങനെ വരാം. അപ്പം അതിനൊക്കെ തടയും, പ്രായമാകുന്നതിനെ തടഞ്ഞു നിർത്തും. അതിന് വളരെ കഴിവുണ്ട്. അതേപോലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനുള്ള കഴിവുണ്ട് നമ്മുടെ ആര്യവേപ്പിന്. അപ്പോൾ കുത്തുകളും പാടുകളും കലകളും കുരുക്കളൊക്കെ നീക്കം ചെയ്യും, ഫംഗൽ ഇൻഫെക്ഷൻസ് നീക്കും, ചൊറിച്ചിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറ്, നമുക്ക് പൊടിയടിക്കുമ്പോൾ അതൊക്കെ മാറും, സ്കിൻ നന്നായിട്ട് ചെറുപ്പാവും. കാരണം ഈ കാലവാർദ്ധക്യത്തിൻ്റെ സിഗ്നലുകൾ, അടയാളങ്ങൾ അതില്ലാതാക്കും, ചുളിവുകൾ, വരകളൊക്കെ ഇല്ലാതാക്കും, സ്കിൻ നന്നായിട്ട് നിറം വർദ്ധിപ്പിക്കും കേട്ടോ. നിങ്ങൾക്കൊരു പ്രാവശ്യം വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം കാണാൻ പറ്റും. അപ്പോൾ ഇനിയും ഒരുപാട് ഗുണങ്ങളുണ്ട്, സെർച്ച് ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ ലെങ്തി ആയി പോവും, നിങ്ങൾ തന്നെ കാണാതെ സ്കിപ്പ് ചെയ്ത് കാണും. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, ബെനിഫിറ്റ്സ് സെർച്ച് ചെയ്ത് നോക്കാം. തുളസി എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്ലെൻസറാണ്. നീമും അങ്ങനെ തന്നെയാണ്, നമ്മുടെ സ്കിന്നിൻ്റെ അധികം എണ്ണമയവും അതൊക്കെ കളയും. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ മുഖക്കുരു വരാതിരിക്കും. തുളസി അങ്ങനെയാണ്, നന്നായിട്ട് മുഖത്തിൻ്റെ എണ്ണമയും അഴുക്കും ഒക്കെ നീക്കം ചെയ്ത് നല്ലൊരു ക്ലെൻസറായി പ്രവർത്തിക്കും. ഇതിനും നമ്മുടെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്, അതായത് വാർദ്ധക്യത്തെ തടയാനുള്ള പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ മുഖക്കുരുവും പാടുകളും മാറ്റും, മുഖക്കുരു വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് തുളസി. ഇനിയും ഉണ്ട്, സെർച്ച് ചെയ്ത് നോക്കണേ. പിന്നെ ഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ സ്കിന്ന് ഡ്രൈ ആവുന്നതാണ് മിക്ക സ്കിൻ ഡിസീസിൻ്റെയും സ്കിൻ പ്രോബ്ലങ്ങളുടെയും പ്രശ്നം കാരണം. അപ്പോൾ അത് മാറ്റും, സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തും ഗ്ലിസറിൻ. തിളക്കം, അതായത് നമ്മുടെ പാടുകളും കരിവാളിപ്പും ടാനൊക്കെ മാറ്റും ഈ ഗ്ലിസറിൻ. വെജിറ്റബിൾ ഗ്ലിസറിനാണ് നമ്മൾ കോസ്മെറ്റിക്സിലൊക്കെ ഉപയോഗിക്കാറ്. അതിന് നമുക്ക് സൈഡ് എഫക്റ്റും ഇല്ലതാനും അത് കെമിക്കൽ ഇല്ലാത്തതാണ്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് തിളക്കം, അതായത് നമ്മുടെ പാടുകളും കുരുക്കളും കാര്യങ്ങളും ടാനൊക്കെ മാറുമ്പോൾ തന്നെ സ്കിന്നിന് ജലാംശം നിലനിർത്തുമ്പോൾ തന്നെ സ്കിന്നിങ്ങനെ നല്ല ഗ്ലോസി ആയി നന്നായി തിളങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. ഡ്രൈ ആകുമ്പോൾ അത് ഉണ്ടാവില്ല. അപ്പോൾ അതിനൊരു പ്രത്യേക കഴിവാണ് നമ്മുടെ ഗ്ലിസറിൻ. ഇനിയും ഉണ്ട് അനേക ഗുണങ്ങൾ, കാണണം, അത് സെർച്ച് ചെയ്ത് നോക്കണം. അത് അപ്പം നീം, തുളസി, ഗ്ലിസറിന്, വൈറ്റമിൻ ഇയും ഈ പറഞ്ഞതുപോലെ തന്നെ തിളക്കം നിലനിർത്താനും പാടുകൾ മായ്ക്കാനും സ്കിന്നിന് നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താൻ, അതായത് നമ്മുടെ ജലാംശത്തെ നമുക്ക് വേണ്ട അത് നിർത്താനായിട്ട്, അവിടെ സ്റ്റോർ ചെയ്യാനായിട്ട്, നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഇ. അതേപോലെ നിറം വർദ്ധിക്കാനും പാടുകൾ മാറാനും തിളക്കം വർദ്ധിക്കാനും ഈ യുവത്വം നിലനിർത്താനും ബെസ്റ്റാണ് വൈറ്റമിൻ ഇ. നിങ്ങൾക്കറിയാം വൈറ്റമിൻ ഇയുടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും യൂട്യൂബിലൊക്കെ കാണുന്നതാണ്, ഡോക്ടേഴ്സ് ആണെങ്കിൽ പറയുന്നതൊക്കെ കാണുന്നതാണ്. അത് കഴിക്കുന്നവരുണ്ട്, സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നവരുണ്ട്. അപ്പം ഇത് നമ്മൾ ഇതിനോട് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ നീമിലാണെങ്കിൽ ഇത് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ എക്സ്ട്രാ വൈറ്റമിൻ ഇ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ നല്ലതാണ് സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ബെസ്റ്റ് ഒറ്റ പരിഹാരം എന്ന് പറഞ്ഞ പോലെ. പാക്കൊക്കെ ഇടാൻ മടിയുള്ളവർക്ക് ഫേസ് പാക്കിൻ്റെ അത്രയും തന്നെ ഗുണങ്ങൾ കിട്ടുന്നതാണ് നമ്മുടെ ഫേസ് വാഷ്. അപ്പം നമ്മൾ 200 ഗ്രാം ഉണ്ടാക്കുന്നതാണ്, നമുക്ക് കാണിച്ച അളവ് 200 ഗ്രാം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ 100 ml ബോട്ടിൽ ഞാൻ 2 ml നേരത്തെ കാണിച്ചല്ലോ, 2 ml ആയിട്ട് 2 ബോട്ടിലായിട്ട് ഞാൻ കാണിച്ചു. അതിൽ കുറച്ചും കൂടി ബാലൻസ് ഉണ്ട്, ഒരു കുറച്ച് കേട്ടോ. അപ്പം അതെൻ്റെ വാഷിനായിട്ട് ഉപയോഗത്തിനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 100 ml തൊട്ടാണ് നമുക്ക് കിട്ടുക ഫേസ് വാഷ്. പിമ്പിൾസ് ആയിട്ടും പാടുകളായിട്ട് വിഷമിക്കുന്നവർക്ക് ബെസ്റ്റാണ് കേട്ടോ. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നേരെ എടുത്ത കാര്യങ്ങൾ വെച്ച് ചെയ്യുന്നതാണ്, ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ചെയ്യുന്നതാണ്, കെമിക്കലൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് ഇനി ഉണ്ടല്ലോ, ഇനി നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയും, എന്താ പറയുക, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പം ഞാനിത് നിങ്ങൾക്ക് ഇനി നമ്മുടെ ഫേസിൽ
ഞാൻ എൻ്റെ ഫേസിൽ കുളിയൊക്കെ കഴിഞ്ഞതാണ്. എനിക്ക് നിങ്ങൾക്കത് കാണാനായിട്ടൊരു ആഗ്രഹം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊന്ന് പുരട്ടി കാണിക്കാം, അതിൻ്റെ പതിയൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫേസ് ഒന്ന് നനയ്ക്കണം കേട്ടോ. കാരണം നമ്മൾ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് നമ്മൾ ഫേസിൽ സോപ്പ് യൂസ് ചെയ്യാൻ മുഖം നനച്ചിട്ടല്ലേ. അത് തന്നെയാണ് ഫേസ് വാഷ് ഉപയോഗിക്കാത്ത കാര്യമില്ല. എന്നാലും നമ്മൾ കാണിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയണത് മാത്രം. അപ്പോൾ ഞാൻ മുഖം കഴുകണതിന് പകരം നമ്മൾ വാഷിംഗ് മെഷീൻ്റെ അടുത്തേക്ക് പോകണ്ടേ, എന്തായാലും കഴുകാനായിട്ട് പോകണം. അപ്പോൾ തൽക്കാലം ആദ്യം നനച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ വെള്ളമാണ് കേട്ടോ നനച്ചത്, വേറെ ഒന്നുമില്ല. അതെ, എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫേസ് വാഷ് എടുക്കാം. ഇതാ ഫ്ലിപ്പ് ക്യാപ്പാണ് ഇട്ടിരിക്കണേ. ശരിക്കും പറഞ്ഞാൽ പമ്പ് ക്യാപ്പ് തന്നെ കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഫ്ലിപ്പ് ക്യാപ്പാണ് ഇട്ടിരിക്കണേ. പമ്പ് ക്യാപ്പായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. അപ്പം നിങ്ങൾക്ക് തരുമ്പോൾ ഞാൻ അങ്ങനെ തരാം. ഫസ്റ്റ് പോയിട്ടുള്ളതൊക്കെ ഇങ്ങനെയാണ്, ഫ്ലിപ്പ് ക്യാപ്പിലാണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്നും മാറ്റി നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. കണ്ട, ഇത്രയും വേണ്ട കേട്ടോ, നല്ല പതിയാണ്. ഇതായാലും ഈസിയാണ് കേട്ടോ. കണ്ട, ഞാനൊരു തുള്ളി എടുത്തിട്ടുള്ളൂ, കാരണം എൻ്റെ കുളി കഴിഞ്ഞത് എനിക്ക് അധികം വേണ്ട, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്നിട്ട് അടച്ചു വയ്ക്കുക. അപ്പം അതുണ്ടോ നോക്കിക്കോ കേട്ടോ. കണ്ടാ, ഒരു തുള്ളി എടുത്തിട്ടുള്ളൂ, സൂപ്പർ പത. നമ്മുടെ എപ്പോഴുള്ളൊരു വേർഡാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടം തോന്നുമ്പോൾ പറയുന്ന ഒരു വേർഡാണ് സൂപ്പർ. അത് ഇപ്പോൾ എന്താ പറയുക, വേണ്ട, ആഹാ നന്നായിട്ട് അങ്ങ് പതിഞ്ഞു. കാണുന്നില്ലേ നിങ്ങൾ? നന്നായി അടുത്തിരുന്നിട്ട് ഞാൻ ആക്കണത്. നമ്മുടെ കിച്ചണിലാണ് ക്യാമറ വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ ഇത് വലിച്ചുകൊണ്ട് നടക്കൽ ഭയങ്കര പാടാണ്. കണ്ട, ഞാൻ പറയുന്നത് നമ്മുടെ ഫേസ് വാഷ് ആയതുകൊണ്ട് ഇതിങ്ങനെ എത്ര നേരം കിടന്നാലും പ്രശ്നമൊന്നുമില്ല. കാരണം എനിക്കിതിൽ ചേർത്ത കാര്യങ്ങൾ അറിയാം. അപ്പോൾ എനിക്കിത് കഴുകി കളയാൻ പെട്ടെന്ന് തോന്നില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സോപ്പിൻ്റെ പോലെ വേഗം നിങ്ങൾ കഴുകി കളഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ മസാജ് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലം വരില്ല. നമുക്ക് ഇരട്ടി ബെനിഫിറ്റ്സ് കിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാനൊന്നും കൂടി നിങ്ങൾക്ക് വെള്ളം എടുത്ത് കാണിച്ചു തരാം. അടുക്കളയിൽ നമ്മുടെ കിച്ചണിൽ ലൈറ്റ് ശരിക്കും നമ്മുടെ ഫേസിലേക്ക് അടിക്കില്ല. അത് നിങ്ങൾക്ക് കാണില്ലായിരുന്നു. ഒന്നും കൂടി വെള്ളം എടുത്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടാ, നല്ല പതിയത്. ഞാൻ തുള്ളി എടുത്തിട്ടുള്ള കാരണം ഞാൻ അത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അറിയാം നല്ല പതിയാണ്, അതുകൊണ്ടാട്ടാ. അപ്പോൾ വൈറ്റ് വാഷ് ഇതേപോലെ പതിയായില്ലേ, ഒരു ഡ്രോപ്സിലേക്ക് നിങ്ങൾ കുറച്ചും കൂടി കൂടുതൽ എടുക്കാൻ വെച്ചാൽ നല്ല, അത്ര വേണം എടുക്കണ്ട, കുറച്ചെടുത്താൽ മതി. നല്ല പവറാണ് ഫേസ് വാഷിന്. നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയുന്നതല്ല, ഇതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ അത്രയും ബെസ്റ്റാണ്. അപ്പോൾ ഞാനൊന്ന് കഴുകിയിട്ട് വരട്ടെ. അപ്പോൾ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ആയി ഞാൻ മസാജ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഞാനൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. ഇതാട്ടാ കഴുകി വന്നിട്ടുണ്ട്, തുടച്ചിട്ടില്ല. ഇവിടെയൊക്കെ നനഞ്ഞു ടോപ്പൊക്കെ. ഇതാണ് ഞാൻ ഫേസ് നിങ്ങൾക്ക് ഒന്ന് ഇട്ട് കാണിക്കലേക്ക് മടി, എല്ലാം നമ്മുടെ നനയും. എന്നാലും നിങ്ങളുടെ ഒരു എന്താ പറയുക സംതൃപ്തിക്കായിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത് കേട്ടോ. പ്രോഡക്റ്റ് കാണിച്ച് പോകുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. കാരണം പക്ഷെ എന്നാലും ചിലർക്കൊന്നും അതൊരു വിശ്വാസമാവില്ലല്ലോ. അപ്പോൾ ഞാൻ കണ്ട ജസ്റ്റ് ഒന്ന് ആക്കിയിട്ടാണ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് മുഖം. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട് മുഖം കേട്ടോ. നിങ്ങൾക്കത് കാണാൻ പറ്റും. ഒറ്റ വാഷിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം തിരിച്ചറിയാനായിട്ട് പറ്റും. കൊണ്ടാ നമ്മുടെ ഫേസ് നന്നായി ക്ലീൻ ആക്കും, അധികം എണ്ണമയം മാറ്റും ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾ നല്ലൊരു എന്താ പറയുക മോയ്സ്ചറൈസിങ് ക്രീമോ ജെല്ലോ പുരട്ടാട്ടോ. കാരണം നമ്മുടെ സ്കിൻ ഡ്രൈ ആയി പോകാതെ ഇരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യണവർ അത് ചെയ്യാം. ഏത് ഫേസ് പാക്ക് ഇടുമ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യും. കുളി കഴിഞ്ഞാൽ ഒരു മോയ്സ്ചറൈസിങ് ക്രീമോ മോയ്സ്ചറൈസിങ് ജെല്ലൊക്കെ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണവർ ചെയ്യുക, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കാരണം നമ്മൾ ഇതിന് ചേർത്തിരിക്കുന്നതൊക്കെ നമ്മുടെ ഈർപ്പ് നിലനിർത്താനുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വല്ലാണ്ട് ഡ്രൈ ആയിട്ട് പോകുന്നില്ല. വൈറ്റമിൻ ഇയും അതേപോലെ ഗ്ലിസറിനും ഒക്കെ ഉള്ളത് കൊണ്ട് കേട്ടോ. കണ്ട ക്ലീൻ നന്നായിട്ടില്ലേ, ക്ലീൻ ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അടുത്തൊരു പ്രോഡക്റ്റ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.